ചേട്ടൻ ഇടിമക്കൾ വേറെ ആരാ? എഴുന്നേറ്റോ. ഇതാരാ? മമ്മി. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. അച്ഛൻ എന്ത് ചെയ്യും? എൻ്റെ പപ്പ എന്ത് ചെയ്യും? ബായോ ഇങ്ങോട്ട്. പപ്പ ഇങ്ങോട്ട് കയറിയിരിക്കുക. വേണ്ട എന്നെ നോക്ക. വേണ്ട ചത്തുകൊണ്ടിയായിരുന്നു. ദൈവം ആയുസ് തന്ന. എന്തിനാ ആയുസ് തന്നെന്നറിയോ? ഈ പിള്ളേരുടെ നന്മ കാണാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവിനോട് പറയുക, തമ്പുരാന്റെ കരുണ കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. എല്ലാരും കൂടെ വിളിച്ച യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാവിലെ ദൈവം ഓപ്പറേഷൻ ചെയ്യാൻ പോവാ. കരമടിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്. ഇങ്ങനെ നടക്കുന്നില്ലേ? അത് കരുണയാ. ഒരു സൈഡ് തളർന്ന് കിടക്കാനാ എഴുതിയേ. പക്ഷെ ഇപ്പൊ കർത്താവ് പൊട്ടിച്ചു കളയുക. സംസാരം നോർമലായി വരും, ആരോഗ്യം നോർമലായി വരും. ഇവന്റെ പേരെന്തുവാ? എടാ ഞാന് നിങ്ങളെ കണ്ടപ്പോ യേശുവിനോട് പറഞ്ഞറിയാ, നിങ്ങൾ ഇടിമക്കളാന്നാ പറഞ്ഞേ. രണ്ടുപേരും ദൈവത്തെ സേവിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. നിന്റെ കല്യാണം ആദ്യം നടക്കും, തൊട്ടുപുറകിൽ ഇവന്റെ കല്യാണം നടക്കും. രാജ്യങ്ങൾക്ക് അപ്പുറത്ത് വെച്ച് നിന്റെ വീടിന്റെ അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നിനക്കൊരു വിവാഹം വരുന്നുണ്ട്. എടാ നിനക്ക് വിചാരിക്കുന്നതിനപ്പുറത്ത് ശ്രേഷ്ഠമായ ഒരു കല്യാണം ദൈവം നിനക്ക് ഒരുക്കുക. നിങ്ങളുടെ ചാർച്ചക്കാർ അതിശയിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ ഇവന് കിട്ടും. എടാ കല്യാണത്തിന് ഡേറ്റ് തീരുമാനിച്ചോ? കല്യാണം നടക്കാൻ പോവാ. ഒരു പെൺകൊച്ച് നിനക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് ഇന്ന് രാവിലെ പറയുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ കുടുംബത്തിന് വേണ്ടി. ഇടാ മോനെ, നീ ഒത്തിരി കരഞ്ഞു ഈ കല്യാണ വിഷയത്തിൽ. നീ കരഞ്ഞു, നിന്റെ അമ്മ കരഞ്ഞു. സത്യ കല്യാണക്കുറി അടിക്കും. കല്യാണക്കുറി കൊണ്ട് ഇവിടെ വരും. നമ്മൾ സാക്ഷ്യം പറയും. ഇവന്മാര് രണ്ടുപേരും ദൈവവേല ചെയ്യും. എടാ കാനഡ കർത്താവിന് വേണ്ടി നിന്നോണം. ഞാൻ വരുന്നുണ്ട് തൊട്ടു പുറകെ നിന്നോണം ദൈവത്തിന് വേണ്ടി. രണ്ടുപേരും തീപ്പൊരിയായിട്ട് മാറും. നിങ്ങളുടെ വീട് എവിടാ? പാലായില പറങ്ങാടത്താ. കർത്താവിനോട് നിന്നോണം. നല്ല ആരോഗ്യം ദൈവം തരും. ഈ പിള്ളേരെ കാണും, അവരെ കൈ കൊണ്ടെടുക്കും. ഒരു ദൂത് ഞാൻ പറയുക, നമ്മളെ അദ്ദേഹത്തിന് വയ്യാതെ വന്നപ്പോ അലറിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവെ ആക്കരുത്. നീ പറഞ്ഞ ആ വാക്ക് ദൈവത്തിന്റെ അടുത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്റെ പിള്ളേരുടെ കല്യാണം എന്റെ അപ്പം കാണണം. ഞാനൊരു തൂതൂടെ പറയാ, പിള്ളേരുടെ കല്യാണമല്ല, ഇവിടെ കുഞ്ഞുങ്ങളെ കാണും. ഇപ്പം ഇവന്റെ മേലുള്ള കെട്ടു പൊട്ടിപ്പോകൂ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് നീ ഒരു അഭിഷക്തനാകുക. നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ. ഈ രണ്ട് കുട്ടികളും രണ്ട് രാജ്യത്തുണ്ടാകും. ഇവന് വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും ഇവൻ പോകുന്നത്. രാമയും പറഞ്ഞോ, കല്യാണം ഈ ദിവസങ്ങളിൽ ഒന്നി നടക്കും. അതിനുള്ള ക്രമീകരണം ദൈവം ചെയ്തു തുടങ്ങുക. മോനെ, ഇപ്പം ദൈവം ആ കെട്ടു പൊട്ടിച്ചു. നമ്മൾ നമ്മെ പരിചയക്കാരൊന്നുമല്ല. ഇന്ന് രാവിലെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ദൂതൂടെ പറയുക, നിങ്ങൾ ഈ ചെറുക്കൻ കാനഡയിൽ പോയതൊന്നും പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഓർത്തോണം. എതിർപ്പുകളാ. ഇവൻ രക്ഷപ്പെടാതിരിക്കാനും എതിർപ്പുണ്ട്. സത്യ ഉണ്ട്. ഇന്ന് രാവിലെ യേശു അത് പൊട്ടിക്കും. എടാ നിനക്ക് മുടിയില്ലാത്തൊന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല കേട്ടോ. നീ ഇങ്ങനെ ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ അകത്ത് പറയുക, കർത്താവേ എനിക്ക് മുടിയില്ലല്ലോ, കുഴപ്പമില്ല. നിന്റെ മുടിയില്ലാത്തൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ദൈവം തരും. നിന്റെ ഈ കരച്ചില് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഈ പാലയിലെ കുടുംബത്തെ ഇന്ന് രാവിലെ ദൈവം വിടുവിക്കുന്നു.